ഹലോ അസ്സാം വലൈക്കും. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ചിക്കൻ മസാല ഇട്ട് മസാലയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 വലിയ ഉരുളക്കിഴങ്ങ്, പകുതി ക്യാപ്സിക്കം, ഒരു 3 തക്കാളി, 2-3 തണ്ട് കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം പേസ്റ്റ്, പിന്നെ വറുത്തരച്ച മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ നമുക്ക് 3 വലിയ നീരുള്ളി ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി നല്ല വെന്തതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇതൊക്കെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതൊരു ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇപ്പോൾ പല ആൾക്കാരും ഏറ്റവും കൂടുതൽ മുളക് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ മസാലയിൽ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുരട്ടി വെച്ചാൽ വേറൊന്നുമല്ല, നല്ല മസാല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തരച്ച മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ നമ്മളിതാ ചിക്കൻ മസാല അവസാനമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും.